നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞ ദിവസം ആവേശത്തോടെ എല്ലാവരും വിവിധ ചാനലുകൾ മാറി മാറി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പല ചാനലുകളിലും പല രീതിയിലുള്ള ലീഡ് നിലയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ്. നമ്മളൊക്കെ കാലങ്ങളായിട്ട് ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളാണ്. നമുക്കറിയാം, നമുക്ക് കിട്ടുന്ന സോഴ്സ് അനുസരിച്ചും നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചും ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്നുമൊക്കെയാണ് ഈ സംഖ്യകൾ, ഈ ലീഡ് സംഖ്യകൾ, എത്ര ലീഡുണ്ട്, ടോട്ടൽ എത്ര വോട്ട് കിട്ടി, എത്ര പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഇന്ന മണ്ഡലത്തിൽ, ലോക്സഭയിലാണെങ്കിൽ ഇന്ന അസംബ്ലി മണ്ഡലത്തിൽ എത്ര വോട്ട് കിട്ടി, അതിൽ ഇന്ന പഞ്ചായത്തുകളിൽ എത്ര വോട്ടുകൾ ഇന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടി എന്നൊക്കെ നമ്മൾ പലപ്പോഴും പരിശോധിച്ച് നൽകാറുണ്ട്. നമുക്ക് കിട്ടുന്ന ഒരു അവസാന സംഖ്യ അന്നേരം നൽകും, പിന്നീട് അത് മാറ്റി നമ്മൾ കൊടുക്കാറുണ്ട്. അതിൽ ഈ ഗ്രാഫിക്സ് കാർഡുകൾ നമ്മൾ പലപ്പോഴും നൽകാറുണ്ട്. അതായത് കൃത്യമായി തന്നെ ഒരു കോളം വെച്ചിട്ട് സ്ഥാനാർത്ഥിയുടെ പേര്, ആകെ കിട്ടിയ വോട്ട്, മൊത്തം വോട്ട്, ഓരോ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട്, പ്രധാനപ്പെട്ട 3 സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ട് തുടങ്ങിയ കോളങ്ങൾ തിരിച്ച് നമ്മൾ ചെയ്യാറുണ്ട്. അത് പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിപ്പോൾ മീഡിയ വണ്ണിലെയും കൈരളിയിലെയും ഗ്രാഫിക്സ് കാർഡുകളെ ചൊല്ലിയാണ് രസകരമായ ചില സംഭവ വികാസങ്ങൾ പുറത്തു വരുന്നത്. ഇതിപ്പോൾ കൈരളിയിലെ ഒരു ഗ്രാഫിക്സ് കാർഡിന്റെ സ്ക്രീൻഷോട്ട് ഒരാൾ അയച്ചതെന്നാണ്. അതിനകത്ത് സ്വരാജിന്റെ പേരാണ് ആദ്യം. ശരിക്കും ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് ഈ ആൽഫബറ്റിക്കൽ ഓർഡർ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പേരാണ് ആദ്യം വരേണ്ടത്. അല്ലെങ്കിൽ ചില മേഖലകളിൽ ചില മുന്നണിയുടെ പേര് ആദ്യം വരാറുണ്ട്. അതിൽ നമ്മളൊന്നും പറയുന്നില്ല. സ്വരാജിന്റെ പേര് അവരുടെ സ്ഥാനാർത്ഥിയാണ് ആദ്യം കൊടുത്തോട്ടെ. രണ്ടാമത് ഷൗക്കത്തിന്റേത്, മൂന്നാമത് BJP സ്ഥാനാർത്ഥിയുടെ പേരുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ സ്വരാജിന്റെ വോട്ട് 66,660 എന്ന് കൊടുത്തിരിക്കുന്നു. വലിയ ഫോണ്ടിൽ, വലിയ ഗ്രാഫിക്സിൽ നീട്ടി കൊടുത്തിരിക്കുന്നു. രണ്ടാമത് ആര്യാടൻ ഷൗക്കത്തിന്റേത് 77,737 എന്ന് കൊടുത്തിരിക്കുന്നു. അത് ചേർത്ത് കൊടുത്തിരിക്കുന്നു. അതായത് പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ, ഈ പെട്ടെന്ന് കൈരളി കാണുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെങ്കിൽ ഒരു CPM കാരൻ നോക്കുകയാണെങ്കിൽ 66,660 സ്വരാജ് ആദ്യം നിൽക്കുന്നു. രണ്ടാമത് 77,737 വോട്ടുകൾ വാങ്ങിയ ഷൗക്കത്ത് രണ്ടാമത് നിൽക്കുന്നു. അതായത് ലീഡ് നിലയിൽ സ്വരാജാണ് മുന്നിൽ, ഏതാണ്ട് 10,000 വോട്ടിനോളം സ്വരാജാണ് മുന്നിൽ എന്ന് പെട്ടെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ഗ്രാഫിക്സ് ആണ് കൈരളി കഴിഞ്ഞ ദിവസം കൊടുത്തത്. അത് രസകരമായി തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിനകത്ത് മറ്റൊരു കാര്യം, നമ്മുടെ മീഡിയ വണ്ണിന്റെ ഒരു കാർഡും തന്നു. അതിനകത്ത് ആര്യാടൻ ഷൗക്കത്ത് 77,737, M സ്വരാജ് 66,660 ഏതാണ്ട് ഇതേ രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഈ കാർഡിൽ ഇദ്ദേഹത്തിന്റെ M സ്വരാജിന്റെ പേര് രണ്ടാമതാണ് കിടക്കുന്നത്. അതും ഇങ്ങനെ നീട്ടി കൊടുത്തിരിക്കുന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ സ്വരാജാണ് കൂടുതൽ വോട്ട് നേടുന്നത് എന്ന് തോന്നുന്ന രീതിയിലുള്ള കാർഡാണ് മീഡിയ വണ്ണം കൊടുത്തിരിക്കുന്നത്. അപ്പം ചില ട്രോളുകളൊക്കെ കാണാനിടയായി. ആരെങ്കിലും ഒന്ന് വിചാരിച്ചോട്ടെ, ചുമ്മാ വിചാരിച്ചോട്ടെ, നമ്മുടെ സ്വരാജാണ് ലീഡ് ചെയ്യുന്നത്, സ്വരാജ് ഉടൻ തന്നെ ജയിക്കും അല്ലെങ്കിൽ ജയിച്ചു എന്ന് വിചാരിച്ചോട്ടെ, ആരെങ്കിലും ചുമ്മാ ഒരു നിമിഷത്തേക്കെങ്കിലും ഒന്ന് ഓർത്തുകൊള്ളട്ടെ എന്ന് പറഞ്ഞുള്ള ചില ട്രോളുകളൊക്കെ കാണാനിടയായി. എന്തായാലും കൈരളിക്കും മീഡിയ വണ്ണിനും ഇപ്പോൾ നിരവധി ട്രോളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഗ്രാഫിക്സ് കാർഡിൽ മാറ്റം വരുത്തി ആരെങ്കിലും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിച്ചെങ്കിൽ ഇവരുടെ മാധ്യമങ്ങളിലൂടെ ചെയ്യുന്നത് അത് തന്നെയാണ്. ദേശാഭിമാനിയിലൂടെ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. അതുപോലെ തന്നെ മീഡിയ വണ്ണിലൂടെ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. പ്രത്യേക വിഭാഗങ്ങളെ, അവരുടെ പത്രം മാത്രം വായിക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും അവരുടെ പത്രവും ചാനലും കാണുന്ന ആളുകളെ ഒരു നിമിഷത്തേക്കെങ്കിലും ഒന്ന് മനപ്പായസം ഊട്ടുകയും ചെയ്യുന്ന വിദ്യയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചില മാധ്യമ നിരീക്ഷകരൊക്കെ തന്നെ പറയുന്നത്. നമ്മളങ്ങനെ പാടെ അടച്ചു പറയുന്നില്ല. അത് അവരുടെ ധർമ്മം, അവരുടെ പാർട്ടിയുടെ രീതി, അവരുടെ പാർട്ടിയുടെ കാര്യങ്ങൾ. അതിപ്പോൾ ജനം TV ആയാലും ജന്മഭൂമി ആയാലും ചിലപ്പോൾ പാർട്ടി BJP ചായ്വുള്ള വാർത്തകൾക്ക് പ്രാധാന്യം നൽകിയെന്ന് വരും, സ്വാഭാവികം. പക്ഷെ ഇത്തരം ഗ്രാഫിക്സ് സാങ്കേതിക വിദ്യകളിലൂടെ ആരെങ്കിലും ഒക്കെ പറ്റിക്കാനോ, ഒരു നിമിഷത്തേക്കെങ്കിലും ഒന്ന് അന്താളിപ്പിക്കാനോ, അല്ലെങ്കിൽ ഒരു നിമിഷത്തേക്കെങ്കിലും ഒന്ന് സന്തോഷിപ്പിക്കാനോ ഒക്കെ ശ്രമിക്കുന്ന ഈ നല്ല കാര്യം എന്തായാലും ചെയ്തത് വളരെ നന്നായി. പെട്ടെന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നുകയുള്ളൂ. ആ ഗ്രാഫിക്സിന്റെ രീതി അങ്ങനെയാണ് കാണിച്ചു വച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ചിത്രങ്ങളിൽ ഇത് കാണാം. 77,000 ആണോ 66,000 ആണോ കൂടുതൽ എന്ന് സാമാന്യ ബുദ്ധിയിലേക്ക് ചിന്ത എത്തും മുമ്പേ അതിന് വലിപ്പം കൂട്ടി വെച്ചിരിക്കുന്നു. ഈ 77,000 വലിപ്പം കൂട്ടി 66,000 വലിപ്പം കൂട്ടി വെച്ചിരിക്കുന്നു. അത് നല്ല നീട്ടി, നല്ല വലിയ ഫോണ്ടിൽ എഴുതിയിരിക്കുന്നു. 77,000 എന്നുള്ളതിന് താഴെ ചെറിയ ഫോണ്ടിൽ എഴുതിയിരിക്കുന്നു. അപ്പം ഷൗക്കത്തായാലും പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ഒന്ന് ഞെട്ടും. കാരണം ഇതിങ്ങനെയാണല്ലോ. നമ്മൾ വിശദീകരിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാത്രമല്ലേ മനസ്സിലാവുകയുള്ളൂ. പിന്നെ ഈ ഗ്രാഫിക്സ് കാർഡുകൾ ഏതാനും സെക്കൻഡുകൾ മുന്നിൽ മാത്രമേ നമ്മുടെ മുന്നിൽ നിൽക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ 5 സെക്കൻഡ് കഴിയുമ്പോൾ അത് മാറും. അന്നേരത്തേക്കെങ്കിലും ഒരു 5 സെക്കൻഡെങ്കിലും നമ്മുടെ കമ്മികളും സുഡാപ്പികളും ജമാഅത്തെ ഇസ്ലാമിക്കാരും വെൽഫെയർ പാർട്ടിക്കാരും ഒക്കെ ഒന്ന് സന്തോഷിച്ചോട്ടെ എന്ന് ധരിച്ചു കാണും ഇതിന്റെ പ്രൊഡക്ഷനിലിരിക്കുന്നവരും ഇതിന്റെ ഗ്രാഫിക് ഡിസൈനിലും എഡിറ്റിലിരിക്കുന്നവരും ഒക്കെ തന്നെ. നല്ല കാര്യം ഏതായാലും. സത്യം ഒരിക്കൽ എന്തായാലും പുറത്തു വരുമല്ലോ. വളരെ കുറച്ചു നേരത്തെ ആയുസ് മാത്രമേ ആ സന്തോഷത്തിന് ഉണ്ടാവുകയുള്ളൂ. യാഥാർത്ഥ്യം എന്താണ് എന്നുള്ള കാര്യം പറയാതെയും വയ്യ. എന്തായാലും സ്വരാജ് പിന്നിൽ നിൽക്കുമ്പോൾ സ്വരാജ് ലീഡ് ചെയ്യുന്നു എന്ന് പറയാൻ കൈരളിക്ക് എന്തായാലും പറ്റില്ല.